തുടർച്ചയായ മൂന്നാം ദിവസവും സ്വർണ്ണമോഷണ വിഷയത്തിൽ നിയമസഭ സ്തംഭിക്കുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. മന്ത്രിമാർ ഉൾപ്പെടെ നടുത്തളത്തിൽ ഇറങ്ങിയതോടെ അസാധാരണ സംഭവങ്ങൾക്ക് സഭ വേദിയായി. സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രതിപക്ഷ അംഗങ്ങളും വാച്ച് ആൻഡ് വാർഡും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. വിവാദങ്ങളോട് ആദ്യമായി പ്രതികരിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചു. ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തിൽ നിയമസഭ സ്തംഭിപ്പിക്കലായിരുന്നു ഇന്നലെയും മിനിങ്ങാന്നും പ്രതിപക്ഷം സ്വീകരിച്ച പ്രതിഷേധ മാർഗം. എന്നാൽ മൂന്നാം ദിവസം എത്തിയപ്പോൾ പ്രതിഷേധത്തിന്റെ മട്ടുമാറി. നിങ്ങളിന്നാണ് കുട്ടികൾ കേരളത്തിലെ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വന്നു നിയമസഭ കാണാൻ. അവർ കണ്ടത് സ്പീക്കർ ആക്ഷേപിക്കുന്നതാ. ബാനറും പ്ലക്കാർഡുകളും ഉയർത്തിയുള്ള പ്രതിഷേധം ചെറുക്കാൻ സ്പീക്കറും കരുതലെടുത്തിരുന്നു. മുഖം മറയ്ക്കുന്നത് തടയാൻ ഡയസിനും അതിനു മുന്നിലുള്ള ഉദ്യോഗസ്ഥർക്കുമിടയിലുള്ള സ്ഥലത്ത് വാച്ച് ആൻഡ് വാർഡിനെ അണിനിരത്തി. പ്രതിപക്ഷം ഡയസിലേക്ക് ഇരച്ചു കയറുന്നത് തടയാൻ വാതിലുകളിലും വാച്ച് ആൻഡ് വാർഡിനെ വിന്യസിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടയിലും ചോദ്യോത്തരവേള 40 മിനിറ്റ് മുന്നോട്ട് പോയി. ഇതിനിടെ പ്രതിപക്ഷാംഗങ്ങൾ വാച്ച് ആൻഡ് വാർഡ് തീർത്ത മനുഷ്യമതിൽ ഭേദിച്ച് ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു. ഇതോടെ വാച്ച് ആൻഡ് വാർഡും പ്രതിപക്ഷാംഗങ്ങളും തമ്മിൽ ഉന്തും തള്ളുമായി. ഈ ബാനർ ഉയർത്തലും ആക്ഷേപമുദ്രാവാക്യം വിളിക്കലുള്ള ജനാധിപത്യം. യെസ് മിനിസ്റ്റർ പ്ലീസ്. വാച്ച് ആൻഡ് വാർഡിനെ പ്രതിപക്ഷം മർദ്ദിക്കുന്നുവെന്നും അവർക്ക് സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഭരണപക്ഷം രംഗത്ത് വന്നു. സാർ എന്റെ പടവും ഇവിടെ പ്ലക്കാർഡിൽ കാണുന്നുണ്ട്. മിനിസ്റ്റർ അങ്ങ് മറുപടി പറഞ്ഞോ. ഇതെല്ലാം കുട്ടികൾ സ്കൂൾ കുട്ടികൾ അവിടെ ഇരിക്കുന്നത്. ബജറ്റ് തടസ്സപ്പെടുത്തൽ കാലത്ത് സഭയിൽ ബഹളം വെച്ച വി ശിവൻകുട്ടിയുടെ ചിത്രമടങ്ങിയ പ്ലക്കാർഡ് ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ മറുപടി. സംഭീഷണം ഉന്നയിച്ചുകൊണ്ടിരുന്ന കെ ശൈലജയ്ക്ക് നേരെ കൂക്കുവിളി കൂടി ഉണ്ടായതോടെ ഭരണപക്ഷം പ്രകോപിതരായി. മന്ത്രി സജി ചെറിയാന്റെ കൈയും പിടിച്ച് മന്ത്രി PM മുഹമ്മദ് റിയാസ് നടുത്തളത്തിലേക്ക് വന്നു. പിന്നാലെ ഭരണപക്ഷ MLA മാരും. ഇതോടെ സഭാതലം അസാധാരണ രംഗങ്ങൾക്ക് വഴിമാറി. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള നടുത്തളത്തിലെ വാക്കേറ്റം പരിധി വിടുമെന്ന് കണ്ടതോടെ സ്പീക്കർ സഭ നിർത്തിവെച്ചു. പിന്നീട് സഭ പുനരാരംഭിച്ചപ്പോൾ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പ്രകോപനം സൃഷ്ടിച്ചത് മുഖ്യമന്ത്രിയും ഭരണപക്ഷവുമാണെന്ന് ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് പ്രകോപനം ഉണ്ടായത്. ലോ ആൻഡ് ഓർഡർ DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീമാണ് അന്വേഷണത്തിന് ഒരുങ്ങുന്നത്. അന്വേഷണം നടത്താൻ തയ്യാറായിട്ടുള്ളത്. ആ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കും. ഏതെങ്കിലും കുറ്റവാളി ഉണ്ടെങ്കിൽ ആ ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതാണ് ആ അന്വേഷണത്തിന്റെ യഥാർത്ഥ സ്ഥിതി എന്ന് നാം കാണണം. നിയമസഭയിൽ പലപ്പോഴും ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും പ്രതിഷേധങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഭരണപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നത് അസാധാരണ കാഴ്ചയായിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.